നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാഫിർ ഷോട്ട് പ്രതികളെ സംരക്ഷിച്ച മുൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. നാടുനീളെ വർഗീയത തുലയാൻ എഴുതിവെക്കുകയും നാട്ടിൽ വർഗീയ കലാപമുണ്ടാക്കാൻ വ്യാജ കാഫിർ ഷോട്ട് നിർമ്മിച്ചവരെ സംരക്ഷിക്കുകയും ചെയ്ത പിണറായി വിജയൻ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ അന്തകനാണെന്നും കോൺഗ്രസ്. കേരളത്തിന്റെ മതേതരത്വം തകർക്കാൻ ശ്രമിച്ച CPM പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും നേതാക്കൾ. കഞ്ചിക്കോട് IITയിലെ ആക്രമണം. പ്രതിയെ ക്യാമ്പസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ പിടികൂടിയത് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊൽക്കത്തയിൽ നിന്ന്. കഴിഞ്ഞ ഫെബ്രുവരി 23-നായിരുന്നു 4ാം വർഷ വിദ്യാർത്ഥിനിയായ അശ്വനി കണ്ണന് നേരെ ആക്രമണമുണ്ടായത്. ക്യാമ്പസിൽ നിർമ്മാണ പ്രവൃത്തികൾക്കായി എത്തിയ പ്രതിയുടെ ലക്ഷ്യം ആഭരണം മോഷ്ടിക്കലാണെന്ന് പോലീസ്. ഷൊർണൂർ നഗരസഭ തെരുവ് നായ്ക്കൾക്കുള്ള ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് BJP ആണെന്ന നഗരസഭ ചെയർപേഴ്സന്റെ ആരോപണത്തിന് മറുപടിയായി BJP. ഷൊർണൂരിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. മുണ്ടായിയിൽ കണ്ടെത്തിയ സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതാണെന്നും അവിടെ കണ്ടെത്തിയ 5 സെന്റ് സ്ഥലത്ത് എങ്ങനെയാണ് ഷെൽട്ടർ നിർമ്മിക്കുക എന്നും BJP. ധവളപത്രത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് KSTA സംസ്ഥാന സെക്രട്ടറി RK ബിനു. അക്കാദമിക് തലത്തിൽ അമിത ജോലി ഭാരമിരിക്കെ അധ്യാപകരെ സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് അധ്യയനത്തെ അപകടത്തിലാക്കുമെന്ന് RK ബിനു. പഠനം മുടങ്ങാതിരിക്കാൻ സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർക്ക് പകരം ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കണമെന്നും KSTA സംസ്ഥാന സെക്രട്ടറി. വാർത്തകൾ വിശദമായി. കാഫിർ ഷോട്ട് പ്രതികളെ സംരക്ഷിച്ച മുൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. നാടുനീളെ വർഗീയത തുലയാൻ എഴുതിവെക്കുകയും നാട്ടിൽ വർഗീയ കലാപമുണ്ടാക്കാൻ വ്യാജ കാഫിർ ഷോട്ട് നിർമ്മിച്ചവരെ സംരക്ഷിക്കുകയും ചെയ്ത പിണറായി വിജയന്റെ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ അന്തകനാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. കേരളത്തിന്റെ മതേതരത്വം തകർക്കാൻ ശ്രമിച്ച CPM പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തലേദിവസമാണ് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ദീനിയായ മുസ്ലിമെന്നും LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജ ടീച്ചർ കാഫിർ എന്നുള്ള സ്ക്രീൻഷോട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. കാഫിർ ഷോട്ട് നിർമ്മിതിക്കും പ്രചരണത്തിനും തങ്ങളല്ലെന്ന് UDF വ്യക്തമായിട്ടും സംഭവത്തിന് പിന്നിൽ UDF ആണെന്നായിരുന്നു LDF പ്രചരിപ്പിച്ചത്. കാഫിർ ഷോട്ട് നിർമ്മിതിക്കെതിരെ LDF സർക്കാർ കേസെടുത്തെങ്കിലും അന്വേഷണം എങ്ങുമെത്തിയില്ല. UDF അധികാരത്തിൽ വന്നതോടെ കാഫിർ ഷോട്ട് വിവാദം അന്വേഷിക്കാനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. SITയുടെ അന്വേഷണത്തിലാണ് DYFI നേതാവും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തത്. ജിതിൻ ഭാസ്കർ അഡ്മിനും അംഗവുമായ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കാഫിർ സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയതോടെയാണ് സംഭവം വീണ്ടും വിവാദമായത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായി മതേതര കേരളത്തിൽ ചോര വീഴ്ത്തുന്ന നെറികെട്ട നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. കാഫിർ ഷോട്ട് നിർമ്മിച്ച് കേരളത്തിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചവർക്ക് മുഖത്തേറ്റ പ്രഹരമാണ് തെരഞ്ഞെടുപ്പ് ഫലം. വർഗീയ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചവരെ പിടികൂടി ശിക്ഷിക്കാതെ സംരക്ഷിച്ച അന്നത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് സംഭവത്തിലെ പ്രധാന പ്രതി. അന്വേഷണം CPM നേതാക്കൾക്കെത്തിയതോടെയാണ് LDF സർക്കാർ കാഫിർ ഷോട്ട് അന്വേഷണത്തെ ഫ്രീസറിൽ വെച്ചത്. കാഫിർ ഷോട്ട് വ്യാജ നിർമ്മിതിക്ക് പിന്നിൽ ഉന്നത നേതാക്കൾക്കും പങ്കുണ്ട്. കേരളത്തിൻ്റെ മതേതരം തകർക്കാൻ ശ്രമിച്ച CPM പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രതിഷേധ പ്രകടനം DCC ജനറൽ സെക്രട്ടറി V രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മതേതര കേരളത്തിൻ്റെ സ്വഭാവത്തിന് മതേതര കേരളത്തിനെ അപമാനിക്കുന്ന വിധം ഒരു മൊബൈലിലൂടെ ഒരു ഷോട്ട് ഇട്ട് അതിൽ കാഫിർ നോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട്, അത് കോൺഗ്രസ്സുകാരാണ് ഇട്ടത്, അതുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെ ഹിന്ദുവിനെയും മുസൽമാനെയും വേർതിരിച്ച് വേറെ ചട്ടക്കൂടുകളിലാക്കി അങ്ങനെ വോട്ട് നേടാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കി. പക്ഷേ വടകരയിലെ തിരഞ്ഞെടുപ്പ് അതിൻ്റെ വ്യക്തമായ മറുപടി നൽകി. ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ഷാഫി അവിടെ വിജയിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ സ്ക്രീൻഷോട്ട് ഞാനല്ല, ഷാഫി അന്നേ ദിവസം ഇവിടെ വോട്ട് ചെയ്യാൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കണ്ടതാണ്. അന്ന് പറഞ്ഞു
ഞാനറിയില്ല ഇതെങ്ങനെ വന്നു. ഞാൻ ആകെ വിഷമത്തിലാണ്. എൻ്റെ പേരിൽ എനിക്കെതിരായി ഇത്തരത്തിലുള്ള കാപട്യം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാണ്. ആ രീതിയിൽ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഏത് തരം താണ പണിയും ചെയ്യാവുന്ന മാർക്സിസ്റ്റ് പാർട്ടി അതിൻ്റെ ഏറ്റവും താണ നിലയിലേക്ക് എത്തിയിട്ട് പോലും ആ തിരഞ്ഞെടുപ്പിൽ വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, ട്രഷറർ ഹരിദാസ് മച്ചിങ്ങൽ, A സുരേഷ്, PH മുസ്തഫ, രമേശ് പുത്തൂർ, S സേവിയർ, SM താഹ, മനോജ് കളത്തിൽ, B ഗൗമതി, A ചമ്പകം, P ഗോപിനാഥൻ, ഷരീഫ് റഹ്മാൻ, ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഞ്ചിക്കോട് IIT-യിലെ ആക്രമണം. പ്രതിയെ ക്യാമ്പസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ പിടികൂടിയത് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊൽക്കത്തയിൽ നിന്നും. കഴിഞ്ഞ ഫെബ്രുവരി 23 രാത്രിയായിരുന്നു 4ാം വർഷ വിദ്യാർത്ഥിനിയായ അശ്വതി കണ്ണന് നേരെ ആക്രമണമുണ്ടായത്. ക്യാമ്പസിൽ നിർമ്മാണ പ്രവർത്തിക്കായി എത്തിയ പ്രതിയുടെ ലക്ഷ്യം ആഭരണമോഷണമെന്ന് പോലീസ്. ഫെബ്രുവരി 23-നാണ് കേസിനാസ്പദമായ സംഭവം. രാത്രി ക്യാമ്പസിൽ വെച്ച് 4ാം വർഷ വിദ്യാർത്ഥിനിയായ തമിഴ്നാട് സേലം സ്വദേശിനി അശ്വിനി കണ്ണനെ ആക്രമിക്കുകയായിരുന്നു. മരക്കഷ്ണം ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ക്യാമ്പസിൽ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യാനെത്തിയതായിരുന്നു പ്രതി. അക്രമത്തിനു ശേഷം സ്ഥലം വിടുകയായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ താമസിച്ച ശേഷമാണ് ഇയാൾ നാട്ടിലെത്തിയത്. ഒടുക്കം മാസങ്ങൾക്ക് ശേഷം കൊൽക്കത്തയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ കണ്ടെത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി A അബ്ദുൾ റാഷി അറിയിച്ചു. തിരിച്ചറിയൽ പരേഡിൽ പ്രതിയെ അക്രമത്തിനിരയായ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് പോലീസ് തുടർ നടപടിയിലേക്ക് നീങ്ങിയത്. തെളിവ് നശിപ്പിക്കാനായി കത്തിച്ചെങ്കിലും പ്രതിയുടെ വസ്ത്രത്തിന്റെയും ഭാഗങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ പ്രതി ഉപയോഗിച്ച ഇരുമ്പ് വടിയും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ കൊലപാതക ശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ആഭരണം ഉൾപ്പെടെയുള്ളവ മോഷ്ടിക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തുടർന്ന് ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഫെബ്രുവരി മാസം 23-ാം തീയതി നമ്മുടെ IIT പാലക്കാടിൽ ഒരു സംഭവമാണ് ഉണ്ടായത്. ഒരു ഫീമെയിൽ സ്റ്റുഡൻറ്റ്ക്ക് എതിരെ ഒരു ആക്രമണം നടത്തിയിരുന്നു. ഈവനിങ് ഏകദേശം 7:15 മണിക്കാണ് ഈ സംഭവം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടി ഫീമെയിൽ സ്റ്റുഡൻറ്റ് പോയപ്പോൾ ഫ്രം ബാക്ക് സൈഡാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ പെൺകുട്ടി സഡൻലി ടേൺ ചെയ്തപ്പോൾ ഫ്രണ്ടിൽ കൂടി ഒരു അറ്റാക്ക് ഉണ്ടായി. ആ അറ്റാക്ക് ചെയ്തിട്ട് ആ പെൺകുട്ടി താഴത്ത് വീണു. പിന്നെ പ്രതി അവിടെ തന്നെ എസ്കേപ്പായിട്ട് ബേസിക്കലി അവിടെ പോലീസ് ചെന്നപ്പോൾ ആ സമയത്ത് പ്രതിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അയാൾ അബ്സ്കോണ്ട് ചെയ്തു. പ്ലേസ് ഓഫ് ഓക്കറൻസിനെ അയാൾ അബ്സ്കോണ്ടായി. ഞങ്ങൾ ഈ സംഭവത്തിൽ ഒരു 109 BNS സെക്ഷൻ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ അന്വേഷണം തുടങ്ങി. അന്വേഷണം ഇനീഷ്യലി ഏകദേശം ബ്ലൈൻഡ് അന്വേഷണമായിരുന്നു. കാരണം നമുക്ക് ലീഡ് ഒന്നും കിട്ടിയിട്ടില്ല. CCTV ഫുട്ടേജുകൾ ഈ ഇൻസിഡൻറ്റ് ബന്ധപ്പെട്ട ഒന്നും കിട്ടിയിട്ടില്ല. അത്ര റിലയബിൾ ആയിട്ടുള്ള വിറ്റ്നസ്സുകൾ ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് പല അന്വേഷണത്തിൻ്റെ പല ടെക്നിക്കൽ സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് അന്വേഷണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭ തെരുവ് നായ്ക്കൾക്കുള്ള ഷെൽട്ടർ നിർമ്മാണത്തിന് തടസ്സം BJP ആണെന്ന ചെയർപേഴ്സന്റെ പ്രതികരണത്തിന് മറുപടിയുമായി BJP. ഷൊർണൂരിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് നഗരസഭ മുന്നോട്ട് പോകുന്നതെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുണ്ടായിയിൽ കണ്ടെത്തിയ സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതാണെന്നും ആ 5 സെന്റ് സ്ഥലത്ത് ഷെൽട്ടർ എങ്ങനെയാണ് സ്ഥാപിക്കുന്നതെന്നും BJP നേതാക്കൾ ചോദിച്ചു. തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ നിർമ്മിക്കാൻ BJP-യാണ് തടസ്സമാണെന്ന നഗരസഭാ ചെയർപേഴ്സന്റെ വാദത്തിന് മറുപടിയായാണ് BJP നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഷൊർണൂരിൽ ഷെൽട്ടർ നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് നഗരസഭ വ്യക്തമാക്കണം. ഇവർ കണ്ടെത്തിയ സ്ഥലം മുണ്ടായിൽ 5 സെന്റ് സ്ഥലമാണ്. ആ സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതാണ്. ആ 5 സെന്റ് സ്ഥലത്ത് എങ്ങനെ ഒരു ഷെൽട്ടർ നിർമ്മിക്കുമെന്നും BJP നേതാക്കൾ ചോദിച്ചു. അത്തരത്തിൽ ഷൊർണൂരിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് നഗരസഭാ അധികൃതർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും കൗൺസിലർ EP നന്ദകുമാർ പറഞ്ഞു. ഷൊർണൂർ നഗരസഭ CPM ഭരണസമിതി ഷൊർണൂരിലെ ജനങ്ങളെ ഓരോ ദിവസം കഴിയുന്നതും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഷൊർണൂരിലെ തെരുവ് നായക്കളെക്കാൾ ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഷൊർണൂരിലെ CPM ഭരണസമിതി. ഇവിടെ ചെയർപേഴ്സൺ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതിൽ BJP-യാണ് അതിന് വേണ്ട ഷെൽട്ടർ വരുന്നതിന് തടസ്സമെന്നത്. ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി ഇവിടുത്തെ ഭരണസമിതി ജനങ്ങളോട് നുണ പറയാതെ സത്യസന്ധമായി പറയണം എവിടെയാണ് ഷെൽട്ടർ തുടങ്ങാൻ പോകുന്നത്, നഗരസഭയുടെ ഏത് സ്ഥലത്താണ് ഷെൽട്ടർ തുടങ്ങാൻ പോകുന്നത്.
മുണ്ടായയിൽ സ്ഥലം കണ്ടെത്തി എന്ന് പറയുന്നു. അത് നഗരസഭയുടെ സ്ഥലമാണോ? ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം. ആ സ്ഥലം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പൊതു ശ്മശാനത്തിന് വേണ്ടി വിട്ടുകൊടുത്തതാണ്. മുണ്ടായ, ഗണേശഗിരി, പരുത്തിപ്ര മേഖലയിൽപ്പെട്ട ആളുകൾ അവർ ഇപ്പോഴും ശ്മശാനമായി ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ആ പ്രദേശവാസികൾക്ക് വൈകാരികമായി ബന്ധമുള്ള ഏതാണ്ട് 30-35 സെന്റ് സ്ഥലമുള്ള ആ പ്രദേശത്തെ 5 സെന്റ് സ്ഥലം, അത് 5 സെന്റ് സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് ഷെൽട്ടർ പണിയാനാണ് നഗരസഭ ആലോചിച്ചതെന്ന് പറഞ്ഞു കേൾക്കുന്നു. 5 സെന്റ് സ്ഥലത്ത് എങ്ങനെയാണ് ഷെൽട്ടർ പണിയുക? നഗരസഭയ്ക്ക് സ്വന്തമായി പലയിടങ്ങളിലും സ്ഥലമുണ്ട്. അവിടെയൊന്നും ഷെൽട്ടർ നിർമ്മിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. സ്വാഭാവികമായും മുണ്ടായിലെ പരിസരവാസികളുടെ എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് അവിടുത്തെ കൗൺസിലർ അവർക്ക് ഒപ്പം നിന്നതെന്നും EP നന്ദകുമാർ പറഞ്ഞു. ആ പദ്ധതി തുടങ്ങിയതിലൂടെ കിട്ടാവുന്ന ഫണ്ടുകൾ വാങ്ങിയെടുക്കുക എന്നത് മാത്രമാണ് നഗരസഭ ഇന്നത്തെ ഭരണാധികാരികളുടെ ലക്ഷ്യം. അതല്ലാതെ യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇതിലില്ല. അങ്ങനെ ആത്മാർത്ഥതയുള്ള ഭരണസമിതിയാണെങ്കിൽ നഗരസഭയ്ക്ക് കീഴിലുള്ള നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള എത്ര സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളിൽ അവർക്ക് ഇതിനുള്ള ഷെൽട്ടർ പണിയാമായിരുന്നു. അത് ചെയ്തിട്ടില്ല. അത് ചെയ്യാതെ നിലവിൽ സർക്കാർ മാനദണ്ഡങ്ങളിലെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ജനവാസ മേഖലയിലാണ് ഷെൽട്ടർ പണിയാൻ ഉദ്ദേശിക്കുന്നത്. ആ ജനവാസ മേഖലയിൽ ഷെൽട്ടർ പണിയുന്ന സമയത്ത് സ്വാഭാവികമായും അവിടുത്തെ ജനപ്രതിനിധി അവിടുത്തെ നാട്ടുകാരുടെ കൂടെ നിൽക്കണം. വാർത്താ സമ്മേളനത്തിൽ EP നന്ദകുമാറിനൊപ്പം കൗൺസിലർ ഗോപകുമാർ, മുൻ കൗൺസിലർ പ്രസാദ് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ധവളപത്രത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് KSTA സംസ്ഥാന സെക്രട്ടറി RK ബിനു. അക്കാദമിക് തലത്തിൽ അമിത ജോലി ഭാരമിരിക്കെ അധ്യാപകരെ സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് അധ്യയനത്തെ അപകടത്തിലാക്കുമെന്നും RK ബിനു പറഞ്ഞു. പഠനം മുടങ്ങാതിരിക്കാൻ സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർക്ക് പകരം ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കണമെന്നും KSTA സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തരമായി ചെയ്യേണ്ടത് സംഘടനയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയെ ശ്രദ്ധയിൽപ്പെടുത്തി, ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നിവേദനം കൊടുത്ത് ശ്രദ്ധയിൽപ്പെടുത്തി, സെൻസസ് ഡയറക്ടറുമായി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഡയറക്ടർ പറഞ്ഞത് ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു മാഷെ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട ആരെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് ഇത് പറയണ്ടേ? പറയാൻ ബാധ്യതപ്പെട്ടവരുണ്ട്, നിങ്ങളത് പറയാൻ തയ്യാറാവണമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ പറയാത്തത് കൊണ്ടാണ് ഈ കുഴപ്പമെന്നൊക്കെയാണ് ഡയറക്ടർ പറഞ്ഞത്. എന്തുമാവട്ടെ, ഇപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായല്ലോ. അപ്പോ സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട അധ്യാപകരുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ ഡ്യൂട്ടി വിനിയോഗിച്ചുകൊണ്ട് ആ ഡ്യൂട്ടി ചെയ്യാനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കണം. അങ്ങനെ സ്കൂളിൽ നിന്ന് അധ്യാപകരില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അതിന് പകരമായി ഡെയിലി വേജ് അധ്യാപകരെ നിയമിച്ചുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കണം. യഥാർത്ഥത്തിൽ അവിടെയുള്ള സ്ഥിര അധ്യാപകർക്ക് പകരമായി മാറാൻ ഈ താൽക്കാലിക അധ്യാപകർക്ക് കഴിയില്ല എന്നത് വസ്തുതയാണ്. എന്നാലും സെൻസസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുമതലയാണല്ലോ, ഒരു പ്രവർത്തനമാണല്ലോ സെൻസസും തെരഞ്ഞെടുപ്പൊക്കെ. അതിൽ നിന്ന് അങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കുന്നവരല്ല ഞങ്ങൾ എന്നതുകൊണ്ട് മാത്രമാണ് ആ നിലയ്ക്ക് ഒരു ഡിമാൻഡ് ഞങ്ങൾ വെക്കുന്നത്. അപ്പോ അധ്യാപകരുടെ സ്ഥാനക്കയറ്റവും സ്ഥലമാറ്റവും വേഗത്തിലാക്കണമെന്നും ആനുകൂല്യ കുടിശ്ശിക വേഗത്തിൽ വിതരണം ചെയ്യണമെന്നും RK ബിനു ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് AM അജിത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K അജില, സംസ്ഥാന കമ്മിറ്റി അംഗം MR മഹേഷ് കുമാർ, M ഗീത, K പ്രസാദ്, മനു ചന്ദ്രൻ, ഭക്തഗിരീഷ്, K ബാലകൃഷ്ണൻ, R ഷാജു, G പ്രദീപ്, PG ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാലവർഷം ശക്തമായതോടെ ഭീതിയിലായി ഷൊർണൂരിലെ ഒരു വയോധിക. ഷൊർണൂർ കുന്നത്താഴത്ത് പട്ടികത്തൊടി വീട്ടിൽ 72 വയസ്സുള്ള പഞ്ചാലി അമ്മയുടെ വീട്ടിലേക്ക് അയൽവാസിയുടെ മതിൽ ഇടിഞ്ഞു വീണു. മതിലിൻ്റെ ബാക്കി ഭാഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ബുധനാഴ്ച പുലർച്ചെയോടെയാണ് വീടിന്റെ പൂമുഖത്തേക്ക് മതിലിടിഞ്ഞു വീണ വലിയ കരിങ്കല്ലുകളും കോൺക്രീറ്റ് കഷ്ണങ്ങളും പതിച്ചത്. പൂമുഖത്തിന്റെ തൂണിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പാഞ്ചാലി അമ്മയുടെ വീടിനോട് ചേർന്ന് ചെറിയ അകൽച്ചയിലാണ് വലിയ ഉയരത്തിൽ എപ്പോൾ വേണമെങ്കിലും തകരുമെന്ന അവസ്ഥയിൽ ഈ മതിൽ നിൽക്കുന്നത്. മകൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കായിരിക്കും. കാലവർഷം ശക്തമായി വരുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ പ്രശ്നത്തിൽ ഉടൻ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നും മതിലിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി ഇടിഞ്ഞു വീണാൽ വീടിന്റെ ചുമരിൽ ചെന്നാണ് പതിക്കുക. ഭീതിയോടെയാണ് താൻ ഈ വീട്ടിൽ ജീവിക്കുന്നതെന്നും ഈ 72-കാരിയായ അമ്മ പറയുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പോൾ മക്കൾ വേറെ സ്ഥലത്ത് പഠിക്കുകയാണ്. അപ്പോൾ രാത്രി ഇതേപോലെ എന്തെങ്കിലും ഉണ്ടായിച്ച് എനിക്കൊരു സേഫ്റ്റി വേണം. എൻ്റെ ജീവനും വീടിനും
ഒക്കെ പരാതി ഇതിൻ്റെ മുന്നേ കളക്ടർക്കും മുനിസിപ്പാലിറ്റിയിലൊക്കെ 23-ല് അവർ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് നോക്കി അന്ന് തന്നെ, എന്നിട്ട് അത് നേരെ കെട്ടണം എന്നൊക്കെ പറഞ്ഞു പോയി. അവർ പറഞ്ഞ പോലെ ഒന്നും അവൻ കെട്ടിയില്ല. പിന്നെയാണ് ഷൊർണൂർ വിജയം വന്നത്. അവർ വന്നിട്ട് അതിനായിട്ട് സംസാരിച്ച് നമ്മളപ്പോൾ പിന്നെ പരാതിയില്ലാതെ കോംപ്രമൈസായിട്ട് പിന്നെ അവൻ കെട്ടിയതാണ്. ബെൽറ്റ് വാർത്ത് കെട്ടാൻ പറഞ്ഞാൽ കമ്പി ഇട്ടിട്ടൊന്നുമില്ല ബെൽറ്റ് വാർത്തിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല, 31-ാം വാർഡ് കൗൺസിലർ രജിത, മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈനി, ഓവർസിയർ കെസിയ എന്നിവർ പാഞ്ചാലിയുടെ വീട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിലുള്ള മതിലിന്റെ ഉയരം കുറയ്ക്കണമെന്നും കൂടുതൽ കനത്തിൽ ബെൽറ്റ് സ്ഥാപിച്ച് പൊളിഞ്ഞ മതിൽ ഉറപ്പോടെ പുതുക്കി പണിയണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈനി നാരായണനോട് ആവശ്യപ്പെട്ടു. അതേസമയം നാരായണനും മതിൽ പുതുക്കി പണിയാമെന്ന് നഗരസഭാ അധികൃതർക്കും പാഞ്ചാലിയുടെ കുടുംബത്തിനും ഉറപ്പു നൽകി. പ്രശ്നം ഉടൻ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് സ്ഥലം സന്ദർശിച്ച നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല പറഞ്ഞു. നാരായണൻ എന്നവരുടെ വീട്ടിലുള്ള മതിൽ, വീടിൻ്റെ ഇടതുവശത്തുള്ള മതിൽ വീണിരിക്കുകയാണ്. പാഞ്ചാലി പട്ടികത്തൊടി എന്ന് പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ മേലേക്കാണ് വീണിരിക്കുന്നത്. അവർ സിറ്റ് ഔട്ടിൽ കുറച്ച് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അതിന് നമ്മൾ മുനിസിപ്പൽ എഞ്ചിനീയറെ കൊടുന്ന് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം അവിടെ കെട്ടി ഭദ്രാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു അപകടം ഉണ്ടാവാത്ത വിധത്തിൽ അതിനുള്ള നടപടി എടുക്കണം. ന്യൂസ് സെന്റർ ഷൊർണൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് DRU CITUവിൻ്റെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് P രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ തലത്തിൽ 54% ആളുകളുടെ പിന്തുണയോടുകൂടി അംഗീകാരത്തിൽ വന്ന ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന് ഒരു അംഗീകാര യൂണിയന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ചർച്ചാവേദികൾ വിളിച്ചു ചേർക്കുന്നില്ല എന്ന വിഷയം 1.5 വർഷമായി നിലനിൽക്കുകയാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ തൊഴിലാളികളെ അവരുടെ വിശ്വാസത്തിലെടുക്കാതെ ഒരു വ്യവസായം നടത്തിക്കൊണ്ടുപോകുന്നത് സാധ്യമല്ല എന്നും അത് പ്രായോഗികമല്ല എന്നുമുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികളുടെ ചർച്ചാവേദികൾ രൂപീകരിക്കാനും അവ തൊഴിലാളികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള PNM, FMM, FNM തുടങ്ങിയ വേദികൾ ചർച്ചകൾക്കായി വിളിച്ചു ചേർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഷൊർണൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഹിതപരിശോധനയിൽ തൊഴിലാളികളുടെ അംഗീകാരം ലഭിച്ച DRU CITU ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് P രഘുനാഥൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. സോണൽ വൈസ് പ്രസിഡന്റ് RG പിള്ള, AILRSA ഡിവിഷൻ വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ, DRPU ഡിവിഷൻ സെക്രട്ടറി R മണി എന്നിവർ സംസാരിച്ചു. ഷൊർണൂർ ബ്രാഞ്ച് പ്രസിഡന്റ് T രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജോഷി അഗസ്റ്റിൻ സ്വാഗതവും അബ്ദുൾ റഹീം നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. FIFA വേൾഡ് കപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ ഫുട്ബോൾ റഫറീസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ റഫറിമാർ ഒത്തുചേരും. റഫോറിയ 2K26 എന്ന പേരിൽ ജൂൺ 20-ന് നൂറണി ഗ്രൗണ്ടിലാണ് ഒത്തുചേരാൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ റഫറിമാർ ലോകകപ്പിൽ മത്സരിക്കുന്ന ജർമ്മനി, സ്പെയിൻ ടീമുകളെ പ്രതിനിധീകരിച്ചായിരിക്കും ജേഴ്സി അണിയുന്നത്. വൈകിട്ട് 5 നടക്കുന്ന സൗഹൃദ മത്സരം നഗരസഭാ ചെയർമാൻ P സ്മിതേഷ് ഉദ്ഘാടനം ചെയ്യും. വാർഡ് കൗൺസിലർ വിപിൻ അധ്യക്ഷത വഹിക്കും. ലോക ഫുട്ബോളിൽ നിലവിൽ വന്നതും 2026 ലോകകപ്പിൽ കൂടുതൽ പ്രാധാന്യത്തോടെ നടപ്പിലാക്കുന്നതുമായ നിയമ ഭേദഗതികളും കളി നിയന്ത്രണത്തിലെ പുതുമകളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. കളിയുടെ ചടുതല വർദ്ധിപ്പിക്കുന്നതിനും സമയനഷ്ടം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പുതിയ നിയമങ്ങളുടെ പ്രാധാന്യം മത്സരത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും R ശശികുമാർ പറഞ്ഞു. ഈ വർഷം 2026 വേൾഡ് കപ്പിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ലോസ് ഓഫ് ദ ഗെയിമിൽ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഈ കളി കണ്ടുകൊണ്ട് അവർക്ക് എത്താൻ, ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര സാധ്യമല്ലാന്ന് തോന്നി. അപ്പൊ പാലക്കാട് ജില്ല പോലെ ഉള്ള ഒരു സ്ഥലത്ത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ റഫറിമാരുടെ ഒരു കൂട്ടായ്മ വേണമെന്നൊരു തോന്നലാണ് ഞങ്ങൾക്ക് വന്നത്. അതുകൊണ്ട് ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ഒരു മത്സരം ആരംഭിക്കുക, അതിൽ റഫറിമാര് നിന്നുകൊണ്ട് തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശയം ഉണ്ടായത്. അങ്ങനെ വേൾഡ് കപ്പ് ടീമുകളിൽ 2 ടീമായിട്ട് റഫറിമാരെ, പാലക്കാട് ജില്ലയിലെ റഫറിമാരെ തിരിച്ചുകൊണ്ട് കളി ജൂൺ 20-ാം തീയതി 5 മണിക്ക് നൂറിനി ടർഫിൽ, നമ്മുടെ ഫുട്ബോൾ ടർഫിൽ വെച്ചിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർ ശ്രീ സ്മിതേഷ് അവരെ ക്ഷണിച്ചിട്ടുണ്ട്. ചെയർമാനെ ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ വാർഡ് മെമ്പർ, കൺസേൺഡ് നോമിനി കൗൺസിലറെ
വിപിനെ ക്ഷണിച്ചിട്ടുള്ളത്. അതിനുശേഷം മത്സരം അവിടെ ആരംഭിക്കുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റഫറിമാർ ഉള്ളത് പാലക്കാട് ജില്ലയിലാണ്. വനിതാ പ്രാതിനിധ്യവുമുണ്ട്. ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങളിൽ 5 വയസ്സ് മുതലുള്ള പരിശീലനം ആവശ്യമാണ്. കായിക മേഖലയ്ക്ക് സർക്കാർ പരിഗണന നൽകുന്നുണ്ടെങ്കിലും കേവലം ഇതൊരു ജോലി സമ്പാദ്യമായി മാത്രമേ പല താരങ്ങളും കാണുന്നത്. സ്കൂൾ തലത്തിൽ കായിക അധ്യാപകരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും നിരന്തര പരിശീലനവും കൊണ്ട് മാത്രമേ കായിക മേഖലയ്ക്ക് നേട്ടം കൈവരിക്കാൻ കഴിയുള്ളൂ എന്നും റഫറിമാർ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ റഫറിമാരും ഭാരവാഹികളുമായ കെ അനിൽകുമാർ, CC പയസ്, കെ സലാവുദ്ദീൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോകകപ്പ് ഫുട്ബോളിനെ വരവേറ്റി AFC ആര്യങ്കാവ്. കവളപ്പാറ ആര്യങ്കാവിന് സമീപത്താണ് പ്രദേശത്തെ ബ്രസീൽ ആരാധകർ 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയത്. ഫ്ലെക്സ് ബോർഡിലെ ഓരോ തലക്കെട്ടുകളും ഓരോ ബ്രസീൽ ആരാധകരുടെയും മനം കവരുന്നതാണ്. ഫ്ലെക്സ് ബോർഡിന് താഴെ നിന്ന് ഫോട്ടോ എടുക്കാനായി നിരവധി കുട്ടി ആരാധകരും ഇവിടെ എത്തുന്നുണ്ട്. ഞങ്ങൾ AFC ആര്യങ്കാവ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ, ക്ലബിലത്തെ എല്ലാ ബ്രസീൽ ഫാൻസിൻ്റെയും നേതൃത്വത്തിലാണ് ഈ ഫ്ലെക്സ് ഇവിടെ എത്തിക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റാണ് ഫ്ലെക്സ്. അപ്പോൾ ക്ലബിലത്തെ എല്ലാ ബ്രസീൽ ഫാൻസിനും ഇതിനെ കൂട്ടുന്ന എല്ലാവർക്കും നന്ദി. ഈ ഒരു ഫ്ലെക്സ് ഇവിടെ കയറ്റാൻ സാധിച്ചതിൽ ഇങ്ങനെ ബ്രസീൽ തന്നെ കപ്പടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് വിജയിക്കും. ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി മണ്ണൂരിലെ AGP സ്കൂളും പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. അതിന് തടസ്സം എന്താണെന്നറിയോ? ലഹരി. നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ പൈസ, നിങ്ങളിടേണ്ട ആ നല്ല വസ്ത്രത്തിന്റെ, അതെല്ലാം പൈസ ലഹരി കൊണ്ടുപോവുക. അറിഞ്ഞും അറിയാതെയും നമ്മളുടെ ജ്യേഷ്ഠന്മാര്, നമ്മളുടെ അച്ഛൻ ഒക്കെ അതിൽ അടിമപ്പെടുക. അങ്ങനെ ആവുമ്പോ അത് നിങ്ങളോട് പറയാൻ മടിച്ച് നിങ്ങളുടെ അമ്മമാര് വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മമാര് കരയുമ്പോൾ നിങ്ങളും കരയുക, എന്താണെന്നറിയാതെ. ലഹരിക്കെതിരെയുള്ള ഫോൺ നമ്പർ ഉൾപ്പെടുത്തിയാൽ ലഘുരേഖകളും വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. തുടർന്ന് ലഹരിക്കെതിരെ കൈ കോർക്കാൻ പ്രതിജ്ഞയും ചൊല്ലിയാണ് പിരിഞ്ഞത്. അധ്യാപകരായ അനു എബ്രഹാം, സുബിൻ രഹന, രമ്യ, സുഗുണ, ആതിര, റജുല എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക കെ ശ്രീലേഖ സ്വാഗതവും ജസീർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് മധുരവും സമ്മാനിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയത്തിലും ലഘുരേഖകൾ വിതരണം ചെയ്യുമെന്ന് പദ്ധതിയുടെ കോർഡിനേറ്റർ കൂടിയായ PM അൻവർ സാദിഖ് പറഞ്ഞു. മണ്ണൂർ പഞ്ചായത്തിൽ ലഹരി വിമുക്ത പഞ്ചായത്താക്കുമെന്നും അൻവർ സാദിഖ് അറിയിച്ചു. ലഘുരേഖകൾ വീടുകളിലെത്തിച്ച് വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ KSRTCക്ക് സ്വീകരണം നൽകി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ചൂലന്നൂർ സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രതീഷ് പരുത്തിപ്പുള്ളി, സുൽഫത്ത്, മണ്ഡലം ഭാരവാഹികളായ KR മോഹൻദാസ്, CV രാമകൃഷ്ണൻ, VR വിജയൻ, പത്മ മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഫിർ ഷോട്ട് പ്രതികളെ സംരക്ഷിച്ച മുൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. നാടുനീളെ വർഗീയത തുലയാൻ എഴുതിവെക്കുകയും നാട്ടിൽ വർഗീയ കലാപമുണ്ടാക്കാൻ വ്യാജ കാഫിർ ഷോട്ട് നിർമ്മിച്ചവരെ സംരക്ഷിക്കുകയും ചെയ്ത പിണറായി വിജയൻ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ അന്തകനാണെന്നും കോൺഗ്രസ്. കേരളത്തിന്റെ മതേതരത്വം തകർക്കാൻ ശ്രമിച്ച CPM പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും നേതാക്കൾ. കഞ്ചിക്കോട് IITയിലെ ആക്രമണം. പ്രതിയെ ക്യാമ്പസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ പിടികൂടിയത് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊൽക്കത്തയിൽ നിന്ന്. കഴിഞ്ഞ ഫെബ്രുവരി 23-നായിരുന്നു 4ാം വർഷ വിദ്യാർത്ഥിനിയായ അശ്വനി കണ്ണന് നേരെ ആക്രമണമുണ്ടായത്. ക്യാമ്പസിൽ നിർമ്മാണ പ്രവൃത്തികൾക്കായി എത്തിയ പ്രതിയുടെ ലക്ഷ്യം ആഭരണം മോഷ്ടിക്കലാണെന്ന് പോലീസ്. ഷൊർണൂർ നഗരസഭ തെരുവ് നായ്ക്കൾക്കുള്ള ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് BJP ആണെന്ന നഗരസഭ ചെയർപേഴ്സന്റെ ആരോപണത്തിന് മറുപടിയായി BJP. ഷൊർണൂരിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. മുണ്ടായിൽ കണ്ടെത്തിയ സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതാണെന്നും അവിടെ കണ്ടെത്തിയ 5 സെന്റ് സ്ഥലത്ത് എങ്ങനെയാണ് ഷെൽട്ടർ നിർമ്മിക്കുക എന്നും BJP. ധവളപത്രത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് KSTA സംസ്ഥാന സെക്രട്ടറി RK ബിനു. അക്കാദമിക് തലത്തിൽ അമിത ജോലി ഭാരമിരിക്കെ അധ്യാപകരെ സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് അധ്യയനത്തെ അപകടത്തിലാക്കുമെന്ന് RK ബിനു. പഠനം മുടങ്ങാതിരിക്കാൻ സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർക്ക് പകരം ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കണമെന്നും KSTA സംസ്ഥാന സെക്രട്ടറി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.